ഇവിടെ ഫുള്ള് തെന്നി കിടക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വ്ളോഗുമായിട്ടാണ്. കഴിഞ്ഞ ജൂലൈയിൽ ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഒറ്റയ്ക്കാണ് പോയത്. അപ്പോൾ ഇത്തവണ ഞാനും ഹസ്ബൻഡും കൂടി തീരുമാനിച്ചു നമുക്ക് ഒറ്റയ്ക്ക് നാട്ടിൽ പോയിട്ട് വരാമെന്ന്. ഞാൻ ജൂലൈയിലും ഡിസംബറിലുമാണ് പോകാനായിട്ട് തീരുമാനിച്ചത്. അങ്ങനെ അപ്പോൾ ഞാൻ ജൂലൈയിൽ ചെന്നപ്പോൾ സർപ്രൈസായിട്ടാണ് ചെന്നത്. അങ്ങനെ ചെന്ന് വീഴുന്ന വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കണ്ടത്. അത് വ്ളോഗായിട്ട് നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ടായി. അപ്പം ഞാൻ ഒരുപാട് പ്ലാനിങ് ഒക്കെ ആയിട്ടാണ് പോയത്. പല പല സ്ഥലങ്ങളിൽ അമ്പലങ്ങളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ ചെന്ന ദിവസങ്ങളിൽ ഞാനും കുഞ്ഞമ്മയും ലക്ഷ്മിയും കൂടി കായംകുളത്ത് ചെറുതായിട്ടൊന്ന് കറങ്ങി വന്നതിൻ്റെ ക്ലിപ്പാണ് ആദ്യം കണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിക്കുട്ടൻ എൻ്റെ കസിനാണ്, കുഞ്ഞമ്മയുടെ മോനാണ്. അപ്പം അവന് അവധിയുള്ള ദിവസം സൺഡേ ആണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അമ്പലപ്പുഴ കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അമ്പലപ്പുഴ ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് കുഞ്ഞുനാളിൽ. ഒരു കല്യാണത്തിന് വേണ്ടി പോയതാണ്. അപ്പോൾ അന്നേ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അങ്ങനെ പോകാനായിട്ട് സമയവും സന്ദർഭവും കിട്ടിയിരുന്നില്ല. അപ്പോൾ അങ്ങനെ സമാധാനമായിട്ട് ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുതു. വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. വളരെ ഫേമസ് ആയിട്ടുള്ള അമ്പലപ്പുഴ പാൽപ്പായസം കുടിക്കാനായിട്ട് നമുക്ക് കിട്ടിയില്ല. ഒരുപാട് വലിയ ക്യൂ ആയിരുന്നു. അതുപോലെ തന്നെ 2-3 ദിവസം മുൻപ് ഇത് ബുക്ക് ചെയ്യണം, അങ്ങനെ എന്തോ ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ അമ്പലത്തിൽ വളരെ സമാധാനമായിട്ട് കണ്ണനെ കണ്ട് തൊഴുതു. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. നല്ല തണുത്ത വെള്ളം. പണ്ട് ഇവിടെ ഒരു കല്യാണത്തിന് വന്നിട്ടുണ്ട്. ആ സമയത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലത്തിലുണ്ടായിരുന്നു നമ്മൾ. ട്രെയിൻ വൈകിട്ടായിരുന്നു. അപ്പം ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൊട്ടാരങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയാന്ന്. അങ്ങനെ അമ്പലപ്പുഴ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴി ഹരിപ്പാട്ടിൽ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മൾ ലഞ്ച് കഴിച്ചു. ഇവിടെ ഞാനിപ്പോൾ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് തന്നെ മീൽസാണ് കഴിച്ചത്. അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഇനിയാണ് അടുത്ത സർപ്രൈസ്. നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യം ആണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പം ഞാൻ കുറച്ച് അമ്പലങ്ങളിലൂടെ പോകാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് പീരീഡ്സ് ആവുന്നില്ലായിരുന്നു. അങ്ങനെ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പ്രഗ്നൻസി പോസിറ്റീവായിട്ട് വന്നു. ഞങ്ങളെല്ലാവരും ഞെട്ടിപ്പോയി. അങ്ങനെ ആദ്യത്തെ ഹോസ്പിറ്റൽ വിസിറ്റ് സഞ്ജീവനി ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇത് പ്രതീക്ഷിക്കുന്നതേ ഇല്ല. അങ്ങനെ ഫസ്റ്റ് സ്കാനിങ്ങും ഒക്കെ നാട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇതൊരു അൺപ്ലാൻഡ് പ്രഗ്നൻസി ആയിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പിന്നെ പോകാനും എനിക്ക് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് മോസ്റ്റ്ലി വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് അത് മാറ്റാനായിട്ട് പറ്റിയില്ല. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു വീട്ടിൽ വെച്ചാണ് ഈ ഷൂട്ടൊക്കെ നടന്നത്. അങ്ങനെ ദൂര യാത്രകളൊക്കെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. പിന്നെ നമ്മൾ അടുത്തൊക്കെയുള്ള അമ്പലങ്ങളിലൊക്കെയാണ് പിന്നെ പോയത്. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ പോകുന്നത് പരശുരാമ ക്ഷേത്രത്തിലേക്കാണ്. കേരളത്തിൽ ഒരേ ഒരു പരശുരാമ ക്ഷേത്രമാണ് തിരുവല്ലത്തുള്ളത്. അപ്പോൾ ഇവിടെ പോകാൻ ഉള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറേ നാളായിട്ട് ബലി ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനിതുവരെ ബലി ഇട്ടിട്ടില്ല. പിതൃക്കൾക്കും അതുപോലെ തന്നെ നമ്മുടെ അപ്പൂപ്പൻ അമ്മൂമ്മ അവർക്കൊക്കെ ബലി ഇടണം എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു കുറേ നാളായിട്ട്. അപ്പോൾ അത് ഇപ്രാവശ്യം നടത്താമെന്ന് കരുതി. അങ്ങനെ അതിരാവിലെ ഞാനും അമ്മയും കുഞ്ഞമ്മയും ഉണ്ണിക്കുട്ടനും കൂടെയാണ് നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. ടെക്നോ പാർക്കിൻ്റെ അടുത്തായിട്ടുള്ളൊരു അമ്പലമാണ് തിരുവല്ലം. അപ്പോൾ ഇത് റോഡ് പണിയൊക്കെ നടക്കുന്നത് കാരണം നമ്മൾ NH വഴിയല്ല പോയത്, വേറെ റൂട്ട് വഴിയാണ് പോയത്. അടൂർ വഴിയാണ് പോയത്. അടൂർ കൊട്ടാരക്കര റൂട്ടിലാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അതിരാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബലി ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ തലേദിവസം തന്നെ വ്രതമൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പം 365 ദിവസവും ബലിയിടാൻ പറ്റുന്ന ഒരു അമ്പലമാണ് തിരുവല്ലം. അപ്പോൾ അവിടെ നമ്മൾ പോയിട്ട് റെസീറ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ബലിയിടാം. വളരെ നന്നായിട്ട് പൂജകളൊക്കെ ചെയ്തിട്ടാണ് ബലിയിടുക. അങ്ങനെ നമ്മൾ രാവിലെയും ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അതിരാവിലെയാണ്. രാവിലെയും ഫുഡൊന്നും കഴിക്കാതെയാണ് പോയത്. അപ്പോൾ ബലിയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഒരു പ്രത്യേക കൺസ്ട്രക്ഷനിലുള്ളൊരു അമ്പലമാണ്. കരിങ്കല്ല് പോലത്തെ കല്ലുകൾ വെച്ചിട്ടുള്ള അമ്പലമാണ്. അത്യാവശ്യം നല്ല തിരക്കാണ്. പിന്നെ ഇവിടെ നമ്മുടെ സാധാരണ അമ്പലത്തിൻ്റെ പോലത്തുള്ളൊരു വൈബല്ല.
വേറൊരു സ്പെഷ്യൽ വൈബാണ്. അത് നമ്മൾ പിതൃക്കൾക്ക് ബലിയിടുന്ന കൊണ്ടായിരിക്കണ വേറൊരു എനർജിയാണ്. സാധാരണ അമ്പലത്തിൻ്റെ പോലത്തെ ഒരു എനർജി അല്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ബലിയിട്ട് ഞാനവിടെ ക്യൂവിൽ നിന്നപ്പോൾ തലയിറങ്ങി അവിടെ വീണിട്ടുണ്ടായിരുന്നു. അത് BP കുറഞ്ഞതോ ഷുഗർ കുറഞ്ഞതോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ബോധം കെട്ട് വീണിട്ടുണ്ടായിരുന്നു. കുറേ പേരൊക്കെ നമ്മളവിടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ചേച്ചിയൊക്കെ വന്നിട്ട് മുഖത്ത് വെള്ളമൊക്കെ തിളയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി ബലിയിട്ടത്. അപ്പോൾ ബലിയിടാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ബലിയിടാൻ പറ്റി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അൽസാജ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഫുഡ് കഴിച്ചു. എനിക്ക് അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു അന്ന്. നമ്മൾ മട്ടൻ ബിരിയാണിയാണ് ഞാൻ കഴിച്ചത്. ഞാനും ഉണ്ണിക്കുട്ടനും അമ്മയും കുഞ്ഞമ്മയും മീൽസാണ് കഴിച്ചത്. അങ്ങനെ നമ്മൾ ആ ഒരു യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഗുരുവായൂർ ടെമ്പിളിലേക്കാണ്. ഗുരുവായൂരൊന്നും നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഇപ്രാവശ്യം ഇല്ലായിരുന്നു. കാരണം ഫുള്ളി പാക്ഡായിട്ട് എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ക്യാൻസൽ ചെയ്തു. ദൂരയാത്രയൊക്കെ അത് കാരണം ക്യാൻസൽ ചെയ്തു. ട്രെയിനും എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാമിലി ട്രിപ്പായിരുന്നു. അങ്ങനെ നമ്മൾ ഗുരുവായൂർ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോയതാണ്. അപ്പം മാമൻ്റെ മോനാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ അവൻ ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡ്രോപ്പ് ചെയ്യാണ്. നമ്മുടെ വീട് വന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ അവിടുന്ന് നമ്മളിപ്പം വൈകിട്ട് ഗുരുവായൂർ എക്സ്പ്രസ്സിലാണ് പോകുന്നത്. അപ്പോൾ ഇത് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ട്രെയിനാണ്. ഡയറക്റ്റ് നമുക്ക് ഗുരുവായൂർ പോയി ഇറങ്ങാം. സന്ധ്യയ്ക്കാണ് ട്രെയിൻ. കൃത്യമായിട്ട് സമയം ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഇതിൽ നമ്മൾ AC ചെയർ കാറാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. നോർമലായിട്ടുള്ള സീറ്റുകളും ഉണ്ട്, ജനറൽ കമ്പാർട്ട്മെൻറ്റ്സും ഉണ്ട്, ചെയർ കാറും ഉണ്ട്. സ്ലീപ്പറില്ല, ചെയർ കാറാണ്. അപ്പോൾ അതിങ്ങനെ പക്ഷെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് ഒക്കെയാണ്. അപ്പോൾ ഇത് രാത്രി ആകുമ്പോഴത്തേക്ക് ഗുരുവായൂരെത്തും. നമ്മൾ റൂംസും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ പാക്ക് ചെയ്തിട്ടാണ് വന്നിരുന്നത്. ചപ്പാത്തിയിൽ പൊട്ടറ്റോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു റോളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ നമ്മൾ വന്നിരുന്നത്. അപ്പോൾ മോനും ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ സുഖമായിട്ട് നമ്മളിപ്പം ഗുരുവായൂരെത്തി. ഈ ട്രെയിനിൽ മിക്ക ആൾക്കാരും ഗുരുവായൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ്. ഇടയ്ക്കിറങ്ങുന്നവരുണ്ട്. അത്യാവശ്യം നല്ല തിരക്കാണ്. പാതിരാത്രി സമയമൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഗുരുവായൂരെത്തിയത്. അപ്പോൾ അവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ അമ്പലത്തിലേക്ക്. അങ്ങനെ നമ്മൾ റൂമിൽ വന്ന് കുറച്ചുറങ്ങി രാവിലെ കുളിച്ച് ഒരുങ്ങി നമ്മളിപ്പോൾ അമ്പലത്തിലേക്ക് പോവാണ്. എത്ര വന്നാലും മതിയാകാത്തൊരു സ്ഥലമാണ് ഗുരുവായൂർ. അപ്പം എല്ലാ പ്രാവശ്യം വരണം എന്നാണ് ആഗ്രഹം. ലാസ്റ്റ് വന്നത് പൊന്നുവിൻ്റെ ചോറൂണിനാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതും തികച്ചും അൺപ്ലാൻഡ് ആയിരുന്നു. അങ്ങനെ കണ്ണൻ നമ്മളെ അവിടേക്ക് വിളിച്ചതായിട്ട് തോന്നി. രാവിലെ തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പം മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഗുരുവായൂർ കണ്ണനെ കണ്ട് തൊഴുത് ഇറങ്ങി. വൈകിട്ടും പോയിട്ടുണ്ടായിരുന്നു. ശിവേലി കാണാനും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് പഴയിടം നമ്പൂതിരിപ്പാടിൻ്റെ റെസ്റ്റോറൻറ്റിലാണ് പോയത്. അപ്പോൾ അവിടെ നല്ല സദ്യ കിട്ടുന്നിങ്ങനെ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോയതാണ്. ഒരുപാട് കൂട്ടം കറികളൊക്കെ ആയിട്ട് സദ്യ കഴിച്ചു. പായസമൊക്കെ കൂട്ടി. പപ്പടമൊക്കെ അൺലിമിറ്റഡ് ആണ്. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പപ്പടമൊക്കെ എത്ര വേണമെങ്കിലും കിട്ടും. വെറൈറ്റി ടേസ്റ്റുള്ള കറികളായിരുന്നു. നമ്മുടെ സ്ഥലത്തോട്ടുള്ള ആ ഒരു സ്റ്റൈലിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നു. നല്ലതായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വന്ന് കുറച്ച് പ്രോഗ്രാംസൊക്കെ കണ്ടു. അപ്പം ഗുരുവായൂർ പോവുകയാണെങ്കിൽ അവിടെ 1-2 ദിവസമെങ്കിലും നിൽക്കുമ്പോഴാണ് ആ ഒരു രസം. അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സൺഡേ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കാണ് ഇനി പോകുന്നത്. അപ്പോൾ ഇതും നമ്മുടെ വീടിൻ്റെ അടുത്താണ് എങ്കിലും ഞാനിതുവരെ പോയിട്ടില്ല. ആറന്മുള അപ്പോൾ വള്ളസദ്യ നടക്കുന്ന സമയമായിരുന്നു ആ ഒരു സമയം എന്ന് പറയുന്നത്. വള്ളസദ്യ കഴിക്കണമെന്ന് മനസ്സിൽ പോലും പ്ലാനും ഇല്ല. അതുപോലെ അത് കഴിക്കാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നുമില്ല. കടവിൽ ഒരുപാട് പള്ളിയോടങ്ങൾ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു കരക്കാരുടെ പാസ് നമുക്ക് കിട്ടി. അവിടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടൻ നമുക്ക് 2 പാസ് തന്നു. അപ്പോൾ ആ ഒരു പാസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ സദ്യ കഴിക്കാൻ പറ്റുള്ളൂ. ഇത് ബുക്ക് ചെയ്യുന്ന പ്രൊസീജിയറൊക്കെ ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കിപ്പോൾ അറിയില്ല. ഓരോ തവണയും അത് വ്യത്യാസമായിരിക്കും.
അങ്ങനെ നമ്മൾ പാസ്സൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിലേക്ക് പോവാണ്. ഏകദേശം ഒരു 11 മണിയൊക്കെ ആയ സമയത്താണ് നമ്മളിപ്പം അവിടെ എത്തുന്നത്. അപ്പം കരക്കാരും അതുപോലെ തന്നെ ഈ സദ്യ നടത്തുന്ന ഫാമിലിയും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ ദൂര സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. മലപ്പുറത്തു നിന്നൊക്കെ ഒരുപാട് പേര് ടെമ്പോ ട്രാവലറിലൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലർക്കൊക്കെ പാസ് കിട്ടി, ചിലർക്ക് ഇതെങ്ങനെയാണ് ബുക്ക് ചെയ്തതെന്നും അറിയില്ലായിരുന്നു. അങ്ങനെ നമുക്കെന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ പാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പള്ളിയോടത്തിൻ്റെ പാസ്സാണ് നമുക്ക് കിട്ടിയത്. വഞ്ചിപ്പാട്ടിൻ്റെ അകമ്പടിയോടുകൂടി ആ ഒരു പള്ളിയോടത്തിൽ തുഴക്കാരാണ് ആദ്യം സദ്യ കഴിക്കാനായിട്ട് കയറുന്നത്. അതിനുശേഷം നമ്മൾ കയറും. ഒരുപാട് കൂട്ടം കറികളായിട്ടുള്ള ഒരു സദ്യയാണ്. ഒന്നും പറയാനില്ല, എല്ലാം ഒന്നിനൊന്നും വെച്ചായിരുന്നു. ഇത്രയും ഐറ്റങ്ങളുമായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് സദ്യ കഴിക്കുന്നത്. അങ്ങനെ നമ്മൾ സദ്യയൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രം അപ്പോഴത്തേക്ക് പൂജ കഴിഞ്ഞ് അടച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ കയറി തൊഴാനായിട്ട് പറ്റിയില്ല. അതിനി മറ്റൊരു അവസരത്തിൽ വരണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. ഇനിയിപ്പം നമ്മൾ തിരിച്ചു പോകാനുള്ള സമയമായി. വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് സമയം പോകും. നല്ല മഴയൊക്കെ ഉള്ളൊരു സമയത്താണ് ഞാൻ വന്നത്. അപ്പോൾ കുറച്ച് മഴയൊക്കെ എൻജോയ് ചെയ്തു. അങ്ങനെ നമുക്കിപ്പോൾ പോകാനുള്ള സമയമായി. അങ്ങനെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ സർപ്രൈസ് കൊടുക്കാൻ വന്ന ഞാൻ തിരിച്ച് വലിയൊരു സർപ്രൈസുമായിട്ട് സ്വീഡനിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് പോകാനുള്ള ദിവസം അടുത്തു. ട്രെയിനിലാണ് പോകുന്നത് എയർപോർട്ടിലേക്ക്. അപ്പോൾ AC ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഭയങ്കര കംഫർട്ടബിളാണ്. അങ്ങനെ അച്ഛൻ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തു. സ്റ്റേഷനിൽ നിന്നും പിന്നെ ക്യാബ് വിളിച്ചിട്ടാണ് എയർപോർട്ടിലേക്ക് പോയത്. അതിരാവിലെ ആയിരുന്നു ഫ്ലൈറ്റ്. പിന്നെ ഫ്ലൈറ്റ് കയറിയിട്ടുള്ളതൊന്നും പിടിക്കാനുള്ള മാനസികാവസ്ഥയും അതുപോലെ തന്നെ നല്ല ഉറക്കക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം കോപ്പൻഹേഗൻ എയർപോർട്ടിലെത്തി. അവിടെ ഏട്ടനും മക്കളും വിളിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോകണം. അപ്പോൾ അവർ ഒരുപാട് ഗിഫ്റ്റ്സൊക്കെ ഉണ്ടാക്കി വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും പുതിയൊരു ഭയങ്കര ഒരു സന്തോഷം, എക്സ്ട്രാ സന്തോഷമാണ് ഇത്തവണ ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ. പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് ക്ഷീണം കാര്യങ്ങളൊക്കെ ഒരു 3-4 മാസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേയധികം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ വിശദമായിട്ട് നമ്മൾ അടുത്ത വ്ളോഗിൽ പറയുന്നതാണ്. അങ്ങനെ കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും നമ്മുടെ ഈ ഒരു പ്രഗ്നൻസിയുടെ ന്യൂസ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അവിടെ ഞാൻ എൻ്റെ മെറ്റേണിറ്റി പിക്സൊക്കെ അപ്ലോഡ് ചെയ്തത് ഈ അടുത്താണ്. അങ്ങനെ കുറച്ച് പേര് അറിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്കാനിങ് ഒക്കെ നാട്ടിലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ആദ്യം നമ്മൾ അവരെ വിളിച്ചു, മിഡ് വൈഫിനെ വിളിച്ചിട്ട് ഫസ്റ്റ് അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് പോവാണ്. വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ക്ലിനിക്കിലാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. മിഡ് വൈഫാണ് നമ്മളെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തൊട്ടടുത്തുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടി. അപ്പോൾ ഇവിടെ ഞാൻ പ്രതീക്ഷിച്ചതിൽ നിന്നും ഭയങ്കര നല്ലൊരു കെയറാണ് പ്രഗ്നൻസി റിലേറ്റഡ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ മിഡ് വൈഫ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 1.5 മണിക്കൂർ എടുത്തിട്ടാണ് അവർ നമ്മൾ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി. ആ ഒരു അവരുടെ വേ ഓഫ് ട്രീറ്റ്മെൻറ്റ് അങ്ങനെയാണ്. വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെ നമ്മൾ ഇവിടെ ബാക്കി സ്കാനിങ് റിപ്പോർട്ടും അതെല്ലാം കാണിച്ചു, അതെല്ലാം ഓക്കെയാണ്. അങ്ങനെ അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ അവർ തന്നെ ബുക്ക് ചെയ്ത് നമുക്ക് തരും. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത വ്ളോഗിൽ പറയുന്നതാണ്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ക്ലിനിക്കിലായിരുന്നു. പിന്നെ അവരെന്നെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ വരും വ്ളോഗിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പം ഈ ഒരു ന്യൂസ് നിങ്ങൾക്കും സർപ്രൈസ് ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വ്ളോഗിൽ വിശദമായിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഈ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. താങ്ക്